ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷൻ തരട്ടെ. അതായത് നമ്മളിത് സ്ക്രിപ്റ്റഡ് ആയിട്ട് മുന്നേ എഴുതി വെച്ചിട്ടുള്ളതൊന്നുമല്ല. മോട്ടിവേഷൻ എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള വേർഡ്സുകളൊക്കെ അതിൽ വേണമല്ലോ. ഇപ്പോഴാണ് ഞാൻ വീഡിയോ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തരണമെന്ന് തോന്നി. ഒരു പക്ഷേ എന്നിലുള്ള എന്തോ ഒരു സംഭവമാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾക്ക് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും വേർഡ്സുകളൊക്കെ ഉണ്ടായിരിക്കണം. ഇതൊന്നുമല്ല സംഭവം ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആക്ച്വലി പഠിച്ചിട്ടുള്ളത് +1 +2 സയൻസ് സ്ട്രീം ആയിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസ് സ്ട്രീം എടുത്ത ഒരാൾക്ക് ഡിഗ്രി ചെയ്യാനായിട്ട് പാടില്ല. അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അവരെന്തെങ്കിലും BSc നഴ്സിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് പരമായിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഈ ഡിഗ്രി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം വെറുതെ വേസ്റ്റാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഗൈസ്, നിങ്ങളിപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഡിഗ്രിയും PGയും BEdും ചെയ്തിരിക്കണം. അത് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആൾക്കാർ പറയുന്ന പോലെ ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്തുകൊണ്ടൊന്നും നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റില്ല. നമ്മുടെ താല്പര്യങ്ങൾ അറിയാതാണ് ഇപ്പോഴും ഓരോരുത്തർ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ മൈൻഡ് സെറ്റ് അനുസരിച്ച് എനിക്കിപ്പോൾ എൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ പ്ലാനിങ് ഒന്നും എനിക്ക് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അതെപ്പോഴും എൻ്റെ മൈൻഡിൽ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് നടക്കുന്ന സമയത്ത് എല്ലാവരും അറിഞ്ഞാൽ മതി. ഇതൊക്കെ എന്തിനാ ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ തന്നെ ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ 500 പേരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. എപ്പോഴും ആഗ്രഹത്തിനാണ് വാല്യൂ ഉള്ളത്. ഞാനൊരു സാറ് പറയുന്നത് കേട്ടിട്ടുണ്ട്, കഴിവിലല്ല കാര്യം, നമ്മുടെ ആഗ്രഹത്തിലാണ്. നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിൽ എത്താനായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പെടുന്നതിന് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. അതിന് ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഫ്യൂച്ചറിൽ അതിനെനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നതും. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഉണ്ടാവുമല്ലോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിലൂടെ ഒന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ എസ്തെറ്റിക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ മോട്ടിവേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.